ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘു പി ആർ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നീലേശ്വരം ചതുരക്കിണർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു പ്രിയപ്പെട്ട ഏട്ടനെ കാണാൻ വേണ്ടി വന്നാണ്. എൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ ഈ ഏട്ടൻ ഇപ്പോഴാണ് എന്നെ കൂടുതൽ അടുപ്പമായതും നമ്മൾ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതും. അപ്പോൾ ഈ ഏട്ടൻ ഇപ്പം ചെയ്യുന്നൊരു സേവനം, നമ്മുടെ ഫേസ്ബുക്കിലൂടെയൊക്കെ ചെയ്യുന്നൊരു സേവനം എന്താണെന്ന് വെച്ചാൽ, ചേട്ടൻ അധികം ഫോളോവേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഏട്ടൻ്റെ അടുക്കൽ തന്നെ വന്ന് മോണിറ്റൈസ് ചെയ്തേനെ. അപ്പോൾ ഈ മോണിറ്റൈസ് കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് നല്ല അറിവൊക്കെ ഇപ്പം കുറച്ച് പഠിച്ചിട്ട് കുറച്ച് അറിവൊക്കെ ചേട്ടനുണ്ട്, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ആ ഏട്ടനാണ്. ഏട്ടൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഒരാഴ്ച മുന്നേ അനീഷ് വന്ന ആ ഏട്ടൻ്റെ ഒരു വീഡിയോ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ആ ഏട്ടൻ്റെ വീട്ടിലാണ് വന്നത്. ഏട്ടനാണെങ്കിൽ ഈ 2 ദിവസമായിട്ട് ടൈം ഇല്ലായിരുന്നു. ഏട്ടനിപ്പം ഇവിടെ ഇന്ന് ഉച്ചപ്പണിയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ടൈം കിട്ടിയത്. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്തായാലും രഘു വരൂ, അപ്പോൾ നമുക്ക് എന്തായാലും കാണാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ എൻ്റെ നാട്ടിൽ ചിറ്റാരിക്കാൽ 56 എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഞാൻ കടുമേനിയും. അപ്പോൾ എന്തായാലും ആ ഏട്ടനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം, എന്താണെന്നൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ശ്രീതേട്ടാ, ഇതാണ് നമ്മുടെ ശ്രീതേട്ടൻ കേട്ടോ. ഓൾറെഡി ഇപ്പം ഒത്തിരി പേർക്ക് ഫേസ്ബുക്കിലൂടെ ഒക്കെ അറിയാം അല്ലേ? മോണിറ്റൈസും കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പം ഏട്ടൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഏട്ടനാണ് ഇപ്പോൾ സപ്പോർട്ടൊക്കെ. കാര്യം ഇങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ അറിവൊക്കെ പറഞ്ഞു കൊടുക്കുന്നവർക്ക് കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി, അവർക്ക് കുറച്ച് ഫോളോവേഴ്സൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരു ഉപകാരം. നമുക്കിപ്പോൾ ഞാൻ തന്നെ മോണിറ്റൈസിന് വേണ്ടി കഴിഞ്ഞ കൊല്ലം ഒത്തിരി പേരടക്കം നമ്മുടെ അടുത്ത് തന്നെ ഒത്തിരി പേരോട് ചോദിച്ചു. ലാസ്റ്റ് നമ്മുടെ മാവുങ്കാലുള്ള ശിഖ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ചേച്ചി എന്നെ ഫോളോ ചെയ്ത കൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. ചേച്ചിക്ക് അതിനെ പറ്റിയൊക്കെ ധാരണയുണ്ടെന്നൊക്കെ അറിഞ്ഞത് കൊണ്ടാണ് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്ത് പോയത്. അപ്പോൾ ഏട്ടൻ ഇത്ര അടുത്തുണ്ടായിട്ട് ഞാൻ കഴിഞ്ഞ പോലെ അറിയുവാണെങ്കിൽ പിന്നെ എന്തായാലും ഏട്ടൻ്റെ അടുത്ത് തന്നെ വന്നത്. ഏട്ടൻ പഠിച്ചാന്ന് പറഞ്ഞല്ലേ ഇതിനെ പറ്റിയൊക്കെ? സ്വന്തം പഠിച്ചാന്ന്? സ്വന്തമായിട്ട് ഓരോ ദിവസം ഓരോ അപ്ഡേഷൻ. അതായത് ഫേസ്ബുക്കിനെ സംബന്ധിച്ച് അറിയാലോ ഇവന്. അതായത് ഓരോ ദിവസം ഓരോ ആൾക്കാരിൽ ഓരോ വ്യത്യസ്തമായ അപ്ഡേഷൻ. അപ്പൊ എന്റെ ആയിരിക്കില്ല മറ്റൊരാൾക്ക് കിട്ടുന്നത് അപ്ഡേഷൻ അങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി നമ്മൾ ഒരാളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് കാണും, മറ്റൊരാളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ അതിലും വ്യത്യസ്തമായി കാണും. അപ്പൊ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠനം നടത്തും, ഇങ്ങനെ വരുന്നതിനെ കുറിച്ച്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ മറ്റേ ഓൺബോർഡുമായിട്ട് സംസാരിക്കും. വെരിഫിക്കേഷൻ എടുത്തിട്ട് അവരോട് തന്നെ സംസാരിക്കും. പിന്നെ ഇതുമായിട്ട് റിവ്യൂ ചെയ്യുന്ന നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരുപാടുണ്ട്, അവരൊക്കെ ആയിട്ട് സംസാരിക്കും. അങ്ങനെ ഒരു നിഗമനത്തിലെത്തും. ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഒരു വിഷയം എടുത്ത് അത് പരീക്ഷണം നടത്തി അത് എന്റെ പ്രൊഫൈലിലൂടെ സക്സസ് ആയതിനു ശേഷം മറ്റുള്ളവർക്ക് കാര്യങ്ങൾ അതാണ് അത്ര തറവായിട്ട് ശേഷം മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ. അപ്പൊ അത്ര ഒരു ഉറപ്പ് കിട്ടിയതിനു ശേഷം മാത്രമേ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടിയതിനു ശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുള്ളൂ. ആ അറിവ് യാതൊരുവിധ പ്രതിഫലവും മേടിക്കാതെ എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി. അല്ല, ഞാൻ അറിയുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് അനീഷ് എൻ്റെ അടുക്കൽ ഇങ്ങനെ പറയുന്നത്. അതായത് ശ്രീതേട്ടൻ, ഞാൻ വിചാരിച്ചത് ശ്രീതേട്ടന് ഇതിന് വരുമാനം ഉണ്ടെന്നാണ് ഫേസ്ബുക്കിൽ നിന്ന്. പക്ഷെ ആ ഒരു ഇത് കാരണം എന്നെ ഈ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ച അതാണ്. നമ്മൾ ഇത്ര ഇതായിട്ട് നമ്മൾ ഒരാൾക്ക് ഒരു സേവനമാണ് ചെയ്യുന്നത്, എന്നിട്ട് പോലും നമുക്ക് വരുമാനത്തിനായിട്ടില്ല എന്നാണ് ശ്രീതേട്ടൻ പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമായി. കാര്യം എൻ്റെ സമയമോ എൻ്റെ ഇതൊന്നും ഞാൻ നോക്കിയില്ല. എനിക്കൊരു വീഡിയോ എടുത്ത് കഴിഞ്ഞ ആഴ്ച പോലെ വരട്ടാൻ ഞാൻ ചോദിച്ചാണ്. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്കൊരു കാര്യം, അത് എന്താ, ഇവർക്കൊരു സപ്പോർട്ട് കിട്ടണം. കാര്യം ഇങ്ങനെയുള്ള ആൾക്കാർ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ. എനിക്കാണെങ്കിൽ എനിക്കും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, എന്നെ വേറെ ആണെന്ന് മോണിറ്റൈസിന് വേണ്ടി ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ചോദിച്ചൊരു സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരാളൊക്കെ ഉള്ളത് നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പം അതാണ് എനിക്ക് കൂടുതലും ഈ വീഡിയോ എടുത്ത് കൊടുക്കുന്നതിൽ വളരെ സന്തോഷമാണ്. ഇത് എല്ലാ നമ്മുടെ പ്രേക്ഷകരിലേക്കൊക്കെ എത്തട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ ഏട്ടന് എല്ലാവരും പറ്റുന്ന സപ്പോർട്ടും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഏട്ടന് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരും ഫേസ്ബുക്കിലൊക്കെ. തീർച്ചയായിട്ടും. അതെന്താണെന്ന് വെച്ചാൽ രഘു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലരുടെയും ഒരു ചിന്താഗതിയുണ്ട്, ചിലപ്പം എനിക്ക് ശ്രീത്തിന് ഒരുപാട് ഇൻകമിൽ നിന്ന് കിട്ടുന്നുണ്ടാവും എന്നൊക്കെ. പക്ഷേ ഒരിക്കലും ഇല്ല. കാരണം വെച്ചാൽ എനിക്ക് പേ ഔട്ടിന്റെ ആദ്യത്തെ ഒരു ഓപ്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. $25 പാസ് ചെയ്താൽ മാത്രമേ എനിക്ക് പേ ഔട്ടിന്റെ ഫുൾ ഓപ്ഷൻ വരുള്ളൂ. അത് മിക്ക ആൾക്കാർക്കും അപ്ഡേഷൻ വരുന്നത് 2-3 രീതിയിലൊക്കെ വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് പ്രൊഫഷണൽ മോഡ് ഓണാക്കി ആദ്യം തന്നെ സെറ്റ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ വരുമ്പോൾ നമുക്ക് പേ ഔട്ടിന്റെ ഓപ്ഷനും വരാറുണ്ട്. അപ്പോഴേ ഇനിയിപ്പോൾ നമുക്ക് അതായത് പിന്നെ നമ്മുടെ ശ്രീതേട്ടൻ മോണിറ്റൈസിനെ സംബന്ധിച്ചല്ല, പിന്നെ ഇവിടുത്തെ ഇത് പറയും, എങ്ങനെ ഇങ്ങോട്ട് വന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം. നമ്മളിപ്പോൾ വന്നിട്ടേ ഇനിയിപ്പോൾ ഞാൻ പറയും എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്നൊക്കെ.
ആ നമ്മുടെ പട്ടി അവിടുന്ന് ഉള്ളിൽ കയറണം. ഇല്ല കുഴപ്പമില്ല, പറഞ്ഞോ അതോ ഇതാണ്. അപ്പം സുഹൃത്തുക്കളെ, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ രഘുവിന്റെ തന്നെ അടുത്ത പ്രദേശത്തെ, അതായത് രഘുവിന്റെ നാട് കടുമേനിയാണ്. കടുമേനിയിൽ നിന്ന് തൊട്ടടുത്ത പ്രദേശമായ മണ്ഡപം 56 HPL എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ നാട്. അപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അത്യാവശ്യം ചെറിയ രീതിയിൽ. എന്നാലും 2006-2008 കാലത്ത് ഞാൻ ഫൈൻ ആർട്സ് ബിരുദം നേടിയാണ്. അത് കണ്ണൂർ ബ്രഷ്മാൻസിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ജോലി ചെയ്തു. പിന്നെ നാട്ടുമ്പുറത്തെ കൂലിപ്പണിക്കാരനാണ്, ചെങ്കൽ ലോഡിംഗ് ആണ്. അപ്പോൾ എൻ്റെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് എൻ്റെ വൈഫിന് ഒരു ചെറിയ ജോലിയുണ്ട്. അപ്പം മകളുണ്ട്, ഒരു മകനുമാണ്. മകൻ ചെറുതാണ്, ഒരു 6 മാസമായുള്ളൂ. അപ്പം മകള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവർക്ക് ചായവത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ ഈ നാടുമായി നീലേശ്വരം ചതുരക്കിണർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് ഒരു വാടകയ്ക്ക് താമസം വന്നു. അങ്ങനെ ഇവിടെ ഈ നാടുമായി ഇഴുകി ചേർന്ന് ഇങ്ങനെ പോകുന്നു. അപ്പൊ രഘുവിന്റെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും അല്ല ഈ കൊല്ലം അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കാര്യം മോണിറ്റൈസ് ചെയ്യാനായിട്ട് അതുവരെ പിന്നെ സിഗാവളോ എന്ന് പറഞ്ഞ ചേച്ചീനെ പരിചയപ്പെടുന്നതിന് മുമ്പേ ഏട്ടനെ ഞാൻ അറിയുമായിരുന്നെങ്കിൽ, അതായത് നമുക്ക് മോണിറ്റൈസിനൊന്നും അത്ര ഞാൻ അറിഞ്ഞിങ്ങോട്ട് തന്നെ വന്നേനെ. അപ്പം അവരൊക്കെ മോണിറ്റൈസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഏട്ടൻ്റെ വീഡിയോ കൂടി കാണുവാനും പിന്നെ എനിക്ക് മെസ്സേജ് എടുക്കുകയും ഒക്കെ കാണുന്നത്. പിന്നെ ചെയ്യുന്ന മൊത്തം ഇതിൻ്റെ ഫേസ്ബുക്ക് സംബന്ധിച്ച് മോണിറ്റൈസ് കാര്യങ്ങൾ തന്നെയാണ് മെയിൻ കണ്ടന്റ്. അപ്പം ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് ഇവർക്ക് ഇൻകം ഇല്ല എന്ന് കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കാര്യം, ഇത്രയൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു കണ്ടന്റാണ് ആൾ ചെയ്യുന്നത്. അപ്പം ഫോളോവേഴ്സോ അതിന് ഇൻകമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇൻകത്തിന് വേണ്ടി നമുക്ക് ആക്കി എടുക്കണ്ടേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ എങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് എനിക്ക് എന്താ പോലെ, കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എനിക്കൊരു വീഡിയോ എടുത്ത് കൊടുക്കാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷം. എന്നാ ശ്രീതാട്ടന് വലിയൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് അല്ലേ, ചിത്രകാരനാണ്. അപ്പോൾ നമുക്ക് വീടിന്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് കലകളൊക്കെ കാണാം, വരച്ചൊക്കെ. അപ്പൊ എന്താ നമുക്ക് വീടിന്റെ ഉള്ളിലോട്ട് പോവാം. ശ്രീതാട്ടന്റെ ഇതുണ്ടോ ഒക്കെ ഇത് വരയാണല്ലേ? ഇത് ഞാൻ വരച്ച ചിത്രങ്ങളാണ്. അതായത് ഇത് പെൻസിൽ ഡ്രോയിങ് വർക്കാണ്. ഇതൊരു ഐവറി ഷീറ്റിന്റെ ഫുൾ സൈസ് വലുപ്പത്തിൽ ഞാൻ ചെയ്തതാണ്. ഇത് വെറും സാധാരണ പെൻസിൽ ഉപയോഗിച്ച് മാത്രം ചെയ്തതാണ്, നമ്മൾ ഐവറി ഷീറ്റിൽ ചെയ്തതാണ്. അപ്പം ഇതെന്റെ ഗുരുനാഥന്റെ അനുഗ്രഹത്തോടുകൂടി വരച്ചൊരു ചിത്രമാണ്. വളരെ സംതൃപ്തി എന്നൊരു ചിത്രമാണ് ഞാൻ വരച്ചതില്. അതുപോലെ അത് എന്റെ ഒരു മകളുടെ ചിത്രമാണ്. മകളൊരു 3-4 വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നു. അപ്പം മകളുടെ ഒരു ചിത്രം ഞാൻ അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് ക്യാൻവാസ് ഷീറ്റിൽ വരച്ചൊരു ചിത്രമാണിത്. അപ്പൊ ഇത് ഒരു പെൻസിൽ ഡ്രോയിങ് വർക്കാണ്. ഇതൊരു പെയ്ഡ് വർക്കാണ്, അതായത് ഒരു ഓർഡർ വർക്കാണ്. പക്ഷെ യാദൃശ്യമായിട്ട് അവർക്ക് ഇത് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അവർ വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോയി. ഓക്കെ, ഇവിടെ നമുക്കൊരു പോയിന്റും കൂടെ ഉണ്ട്. പെയ്ഡ് വർക്ക് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ വർക്കൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ശ്രീതേട്ടൻ. അപ്പൊ ശ്രീതേട്ടൻ ഇതുപോലെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ചെയ്തും കൂടെ തരും അല്ലെ? അപ്പോൾ ശ്രീതേട്ടൻ അതിനെ സംബന്ധിച്ചൊക്കെ പറയും അല്ലെ? അങ്ങനെ അത് പിന്നെ നമുക്ക് എന്തായാലും പിന്നെ നോക്കിയിട്ട് പറയാം. ഇതിപ്പോ കുറച്ച് ഞാൻ ചെയ്ത് നമ്മള് നാട്ടുമ്പുറത്ത് തന്നെ ഒരു സുഹൃത്താണ്, ആളുടെ ചിത്രം ഞാൻ പെൻസിൽ ഡ്രോയിങ് ചെയ്താണല്ലേ. വർഷം കുറേ ലാമിനേറ്റഡ് ചെയ്ത് ഇങ്ങനെ വെച്ചോണ്ട് കേടുകൂടാതെ ഇങ്ങനെ ലാമിനേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മള് ചിത്രങ്ങൾ വരയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ചിത്രം സംരക്ഷിക്കുക എന്ന വലിയൊരു പ്രധാനപ്പെട്ട അത് നമുക്ക് ഇതിപ്പോ വാട്ടർ കളർ നമ്മുടെ ഒരു സാധാരണ പ്രാക്ടീസ് വർക്കാണ് വാട്ടർ കളർ. അപ്പം അതുപോലെ ഇതും വാട്ടർ കളർ പ്രാക്ടീസ് വർക്കാണ്. വാട്ടർ കളർ പ്രാക്ടീസ് ആയിട്ട് ചെയ്താണ്. ഇതൊരു അക്രിലിക് പെയിന്റ് നമ്മൾ സാധാരണ കടലാസിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്ന ഒരു പരീക്ഷണം നടത്തി പറ്റിയാണ്. ഇത് നമ്മള് ചുരുങ്ങിയ സമയമുണ്ട്, ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ പ്രാക്ടീസ് വർക്കാണ്. പക്ഷെ ആ വർക്കിലേക്ക് നന്നായി ഇഴുകി ചേർന്ന് ചെയ്തപ്പോൾ അതിന് പൂർണ്ണതയിലേക്ക് എത്തി. ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ് ഈ വർക്കൊക്കെ ചെയ്യുമ്പോൾ. ഇതുപോലെ ഒരു വാട്ടർ കളർ വർക്കാണ്. ഇത് വാട്ടർ കളർ വർക്ക് ഒറിജിനൽ കൊണ്ടുപോയി ഇതിന്റെ, എന്നാൽ എനിക്ക് ഓർമ്മയിൽ വേണ്ടി കാണാൻ വേണ്ടി ഒരു കോപ്പി അതിന്റെ ഞാൻ എടുത്തു വെച്ചാണ്. സ്ട്രക്ചേർഡ് പേപ്പറിൽ കോപ്പി എടുത്തു വെച്ചാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു ക്യാൻവാസ് ഷീറ്റാണ്. ക്യാൻവാസ് ഷീറ്റ് പോലെ ഇങ്ങനെ മടക്കൊക്കെ ചെയ്യുന്ന ഷീറ്റില് അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് ചെയ്താണ്. ഇതിനൊരു എന്താ വെച്ചാല് എനിക്ക് ഈ മോണിറ്റൈസേഷൻ സംബന്ധിച്ച് കുറച്ച് നമ്മുടെ സുഹൃത്തുക്കളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ പേ ഔട്ടാണ് മെയിനായിട്ട്. നമ്മൾ പേ ഔട്ട് എങ്ങനെ ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഒരു ഇൻകം, ഒരു വരുമാനം നമുക്ക് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ നിന്നൊക്കെ വരുള്ളൂ. പേ ഔട്ട് തെറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും വരുമാനം വരില്ല. അതിന് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത് നമ്മളിപ്പം പേ ഔട്ട് ചെയ്യുമ്പോൾ
ഫുൾ സെറ്റപ്പ് ആദ്യത്തെ അവസാനം വരെ A to Z പേരോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ബിസിനസ് ടൈപ്പ്, അവിടെ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇൻഡിവിജ്വൽ തന്നെ കൊടുക്കണം. പലരും പല സുഹൃത്തുക്കളും തെറ്റിച്ചിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് മൊബൈലിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ല, ഇവിടെ എനിക്ക് സന്തോഷം തോന്നുന്ന കാര്യം, തെറ്റിച്ച പല കാര്യങ്ങളും ശ്രീതേട്ടൻ ശരിയാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് അതാണ് നമ്മളൊരു അങ്ങനെയുള്ള ശ്രീതേട്ടന് എനിക്കതൊക്കെ കേട്ടപ്പോഴാണ് ഭയങ്കര സന്തോഷമായത്. ഒരു വീഡിയോ എടുത്ത് തരണം എന്നുള്ള ഒരു അതിലേക്ക് എന്നെ എത്തിച്ചതാണ്. ഇതിപ്പോൾ എന്തായാലും ഇത് കാണുമ്പോഴത്തേക്കും എല്ലാവരും അതുപോലെ ശ്രീതേട്ടനെ സപ്പോർട്ട് ഇനി കൊടുക്കണം. അപ്പോൾ നമുക്കൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, അല്ലേ? അല്ലല്ല, എനിക്കിത് കേട്ടപ്പോൾ തന്നെ ഇതൊന്നും വരുമാനം ഇല്ല. പിന്നെ ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം മോളുടെ പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അങ്ങനെ വരേണ്ടി വന്നു. ജോലി, വൈഫിന്റെ ജോലി നിൽക്കേണ്ടിയേ വന്നാണ്. ഇപ്പം ഇതിലിപ്പം ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏട്ടന് അപ്പം എന്തുകൊണ്ട് സപ്പോർട്ട് കിട്ടുന്നത് എന്തുകൊണ്ട് നല്ലതെന്നാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. അപ്പം അതാണ് എൻ്റെ റിക്വസ്റ്റും. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇനിയും നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനിയും പറഞ്ഞുകൊണ്ട് നമുക്ക് ലെങ്ത് കൂടും. അപ്പം എന്തായാലും എനിക്ക് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ എത്തിയത്. ഇന്ന് വന്നെങ്കിൽ ഏട്ടനെ കാണാൻ പറ്റുള്ളൂ. നാളെ വോട്ടിന് വേണ്ടി പോവാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഏട്ടനെ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ചുരുങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയ ടൈം കൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് തന്നെ നാട്ടിൽ നിന്ന് കയറി ഇവിടെ എത്തി. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും ബായ് പറയാണ്.